ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ നിരവധി ആപ്പുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. എന്നാൽ ലേലം വിളിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത്തരം ഒരാപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇതൊരു മലയാളിയുടെ സ്റ്റാർട്ടപ്പാണ്. ആപ്പിൻ്റെ പേര് SaveBox എന്നാണ്. ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു യൂട്യൂബ് ചാനലിൽ കാണാനിടയായി. അപ്പോഴാണ് ഞാൻ ഈ ഒരു ആപ്പ് സെർച്ച് ചെയ്തതും അതിലെ കാര്യങ്ങൾ നോക്കിയതും. സംഭവം വളരെ രസകരമാണ്. നമ്മൾ പണ്ട് പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും ലേലം വിളിച്ചിരുന്നത് പോലത്തെ ആ ഒരു സിസ്റ്റത്തിലാണ് ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നത്. അതല്ലാതെയും നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇ-കൊമേഴ്സ് ആപ്പാണ്. നിരവധി സാധനങ്ങൾ അതിൽ ദിവസവും അവർ ലേലത്തിനിടും, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ. അത് ₹1 മുതലാണ് അതിൻ്റെ ലേലം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മളിങ്ങനെ ലേലം ചെയ്ത് അവസാനത്തെ 28 സെക്കൻഡിനുള്ളിൽ ആര് ലേലം ചെയ്ത് വെച്ചോ അതിന് അപ്പുറത്തേക്ക് മറ്റൊരാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്കാണ് ആ ഒരു സാധനം ലഭിക്കുക. അപ്പോൾ ആ ആപ്പിനെ കുറിച്ചുള്ളൊരു വിശദമായ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കൂടുതൽ വൈകാതെ ആ ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഇതാണ് SaveBox എന്ന ആപ്പ്. ഒരു ലേലം വിളി ആപ്പാണ്. അങ്ങനെ വെച്ചാൽ പലരും കേട്ടിട്ടുണ്ടാവും. ഒരു സ്റ്റാർട്ടപ്പ് ആണിത് കേരളത്തിലെ. അപ്പോൾ നല്ല സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. ഞാനപ്പോൾ നിലവിലിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം അവിടെ ഒരുപാട് പ്രൊഡക്റ്റ് ടുഡേ കംപ്ലീറ്റഡ്. ഇന്ന് ബിഡ് കഴിഞ്ഞ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഈ മുകളിൽ കാണുന്നതൊക്കെ ഇന്ന് ബിഡ് നടന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് നിലവിൽ ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഇത്രയാണ് ബിഡ് കഴിഞ്ഞത്. അത് നിങ്ങൾക്ക് ആ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ എന്ന് കൊടുത്തിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ബിഡ് ഇപ്പം നടക്കുന്നത് ഇപ്പോൾ ടുഡേ ഡീൽസ് നിങ്ങൾക്ക് കാണാം. അവിടെ സമയം 7 മണി, വൈകിട്ട് 7 മണി തൊട്ടിട്ട് രാത്രി 12 മണി വരെ നടക്കുന്ന ഡീൽസാണ് ഇതൊക്കെ. അത് ഓരോ ഡീൽ തുടങ്ങുന്നത് 8 മണി PM, അതുപോലെ തന്നെ 8:30, 9 PM, അങ്ങനെ പല സമയം കാണാം. നിങ്ങൾ ആ സമയത്താണ് ബിഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബിഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു പോയിൻ്റ് വേണം. അതായത് ഇവിടെ നിങ്ങൾക്കാണ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബിഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനും ആദ്യമായിട്ട് നമ്മൾ ബിഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബാലൻസ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിലവിൽ 3 ഓപ്ഷൻസാണ്. 100 പോയിൻറ്റ്, 100 ബിഡ് ക്രെഡിറ്റ്, അതുപോലെ 500 ബിഡ് ക്രെഡിറ്റ്, 1000 ബിഡ് ക്രെഡിറ്റ്. അപ്പോൾ അതിന് 100 ബിഡ് ക്രെഡിറ്റിന് ₹100, 500-ന് 500, 1000-ന് 1000 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു ഉദാഹരണത്തിന് ജസ്റ്റ് 100 പോയിൻറ്റ് പർച്ചേസ് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ഇനി നമുക്ക് ഏത് രീതിയിലാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യാൻ, UPI പേയ്മെൻറ്റ്, നെറ്റ് ബാങ്ക്, വാലറ്റ്, പേ ലേറ്റർ, അതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ UPI പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ഗൂഗിൾ പേ, ഭീം, ഫോൺ പേ, അങ്ങനെ ഏതും യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ UPI പേയ്മെൻറ്റിൻ്റെ അഡ്രസ്സ് ഒന്ന് കൊടുക്കുക. ഞാൻ ഇപ്പം എൻ്റെ പേടിഎമ്മിൻ്റെ UPI പേയ്മെൻറ്റ് അഡ്രസ്സ് കൊടുത്തു, പേ എന്ന് കൊടുത്തു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഏത് UPIയിലേക്കാണ് കൊടുക്കുക അതിലേക്കൊരു റിക്വസ്റ്റ് വരും. ഇപ്പം എൻ്റെ പേടിഎമ്മാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ പേടിഎമ്മിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം 100 രൂപയുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പേ എന്ന് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ പേടിഎമ്മിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൽ നിന്ന് ആ പൈസ ഡിഡക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ പേ എന്ന് കൊടുത്തു, പ്രൊസീഡ് കൊടുത്തു. ഓക്കെ, പേയ്മെൻറ്റ് നടന്നു. ഇനി ഞാൻ പേടിഎം ക്ലോസ് ചെയ്തിട്ട് ഈ ആപ്പിൽ വരികയാണ്. ആപ്പിൽ വന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, 100 പോയിൻറ്റ് ക്രെഡിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിഡിങ് എങ്ങനെ നോക്കാം. ഹോം പേജിൽ വന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് പോയിൻ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിഡിൽ പങ്കെടുക്കാം. അപ്പോൾ എങ്ങനെ ബിഡിൽ പങ്കെടുക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഡ് കഴിഞ്ഞ പ്രൊഡക്റ്റാണ് ഏറ്റവും മുകളിലായിട്ട് കാണുന്നത്. അതായത് ഏത് പ്രൈസിലാണത് ബിഡ് പോയത്, ഇപ്പോൾ നിലവിൽ അതിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. താഴെയായിട്ട് ടുഡേ ഡീൽസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഡ് അല്ലെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്ന ബിഡ് ഒക്കെയാണ്. അതിൻ്റെ എൻഡ് ടൈമിങ്, സ്റ്റാർട്ട് ടൈമിങ്ങൊക്കെ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ എൻസ് എന്ന് കാണുന്നതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓപ്പോയുടെ ഫോണുണ്ട് ഇവിടെ. അപ്പോൾ ആ ഫോണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അത് ഏത് ബിഡും സ്റ്റാർട്ട് ചെയ്യുക ₹1 മുതലാണ്. ഇപ്പോൾ ആളുകൾ ഇതിങ്ങനെ ബിഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ബിഡ് നടക്കുന്നത് 9000 രൂപയുടെ മുകളിലായി. ആ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 12,290. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ബിഡിൻ്റെ ഒരു റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു കൗണ്ട് ഡൗൺ മുകളിലായിട്ട്
ഒരു 28 സെക്കൻഡ് ഇങ്ങനെ കൗണ്ട് ഡൗൺ ആവും. അപ്പോൾ ആ കൗണ്ട് ഡൗൺ തീരുന്നതിൻ്റെ മുൻപ് ആരും വിളിച്ചില്ലെങ്കിൽ, നിലവിലിപ്പോൾ നിങ്ങൾ ഒന്ന് ബിഡ് ചെയ്തു, ഇപ്പോൾ ഈ ഒരു 9062 ഇപ്പോൾ 9060 അങ്ങനെ മാറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു സംഖ്യക്ക് ഇത് ബിഡ് ചെയ്തു. അതിന് ശേഷം ഈ കാണുന്ന 28 സെക്കൻഡിനുള്ളിൽ ആരും വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. ഇല്ല, മറ്റൊരാളത് നിങ്ങൾ വിളിച്ചതിൻ്റെ മേലെ വിളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ കൗണ്ട് ഡൗൺ 28 സെക്കൻഡ് ആവും. നിങ്ങൾക്ക് കാണാം അവിടെ 28 സെക്കൻഡ് ഇങ്ങനെ മാറുന്നത്. അതായത് ഫോണായതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ബിഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു ലേലം രീതിയിൽ ഇതിങ്ങനെ ലേലം വിളിക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഒരാൾ വിളിക്കുമ്പോൾ അതിൻ്റെ മേലെ മറ്റാൾ കയറ്റി വിളിക്കും. അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം. കറൻറ്റ് ബിഡ് എത്രയാണെന്നുള്ളത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ₹1 കയറ്റി വിളിക്കാം. നിങ്ങൾക്ക് അതിൽ കൂടുതലാണ് കയറ്റി വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇടയിൽ സ്ക്രോൾ ബാർ കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വിളിക്കേണ്ടത് ഇപ്പോൾ അവിടെ ലാസ്റ്റ് വിളിച്ചതിൻ്റെ ₹1 കൂട്ടിയിട്ടായിരിക്കും നമ്മുടെ ബിഡിൻ്റെ ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ കൂട്ടി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ സ്ക്രോൾ ബാർ കൂടിയ നിങ്ങളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബിഡിൻ്റെ റേറ്റ് കൂടുന്നത് കാണും. അപ്പോൾ അതിനനുസരിച്ച് ബിഡ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ലാസ്റ്റ് ഈ 28 സെക്കൻഡിനുള്ളിൽ മറ്റൊരാൾ വിളിച്ചിട്ടില്ലെങ്കിൽ ആ കൗണ്ട് ഡൗൺ 0 ആവുന്നതിനിടയ്ക്ക് ആരും വിളിച്ചിട്ടില്ലെങ്കിൽ ആ ലാസ്റ്റ് വിളിച്ച ആൾക്കാണ് ഈ പ്രൊഡക്റ്റ് അവർ കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതിയിലാണിത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളായതുകൊണ്ട് തന്നെ ബിഡ് നല്ലോണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോണൊക്കെ ആകുമ്പോൾ ഇതുപോലെ വാശിയേറിയ ബിഡ് നടക്കും. മറ്റുള്ള ചെറിയ ചെറിയ സാധനങ്ങളാകുമ്പോൾ ചിലപ്പോൾ അത്രയൊന്നും ആളുകൾ ബിഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ബിഡാണിത്. കണ്ടോ, അതിനും തന്നെ 2200 അതൊന്നും ഇപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് ആരും ബിഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അതുപോലെ ഫോണൊക്കെ ആകുമ്പോൾ കൂടുതൽ ആളുകൾ വാശിയായിട്ട് ബിഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ആപ്പിൽ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യാം. ബിഡില്ലാതെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ബൈ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ബിഡിങ് ആപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ആപ്പിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇത് നിങ്ങൾ വിദേശത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ രജിസ്റ്ററൊക്കെ ചെയ്തതിന് നിങ്ങൾ നാട്ടിൽ നമ്പറൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ബിഡിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു പ്രൊഡക്റ്റും അതിൻ്റെ ബിഡില്ലാതെ ബൈ ചെയ്യുന്ന ആ ഒരു രീതി മാത്രമാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മൊബൈലിൻ്റെ ടൈം സോൺ മാറ്റണം. കാരണം ഞാനിത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ എങ്ങനെ ക്ലിക്ക് ചെയ്താലും ആ ബിഡ് ഓപ്ഷൻ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കസ്റ്റമർ കെയറുമായിട്ടൊന്ന് ഇമെയിൽ ചെയ്തു. അപ്പോൾ അവർ അതിൻ്റെ റിപ്ലൈ തന്നതാണ്, ഇങ്ങനെ നിങ്ങൾ വിദേശത്തു നിന്നാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ടൈം ചേഞ്ച് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ബിഡ് വർക്ക് ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ മൊബൈലിൻ്റെ ടൈം ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ആപ്പ് എനിക്ക് വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് SaveBox ആപ്പ് വർക്ക് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ നൗഷാദ്, സൈനിങ് ഓഫ്.